നമസ്കാരം. അല്ല സംഘസുഹൃത്തെ, നിങ്ങൾക്ക് ഈ മോദി മാത്രമേ ഉള്ളൂ? പൂച്ച എങ്ങനെ വീണാലും നാലു കാലിൽ എന്നതുപോലെ BJP എങ്ങനെ മറിഞ്ഞാലും തിരിഞ്ഞാലും മോദിയുടെ പേരുണ്ടാകും. ഇതെന്താ ഇങ്ങനെ? നിങ്ങൾക്ക് വേറെ ആരെയും ചൂണ്ടിക്കാണിക്കാനില്ലേ? BJPക്ക് ചൂണ്ടിക്കാണിക്കാൻ നല്ല പൈതൃകമില്ലാത്തത് മനസ്സിലാക്കാം. അതുകൊണ്ടാണല്ലോ പട്ടേലിനെയും ചരൺ സിംഗിനെയും ഒക്കെ പ്രതിമയാക്കി അങ്ങോട്ടാക്കുന്നത്. പക്ഷേ BJP എന്ന ദേശീയ പാർട്ടിക്ക് പ്രസിഡന്റും ഭാരവാഹികളും ഒന്നും ഇല്ലേ? അവരെയൊന്നും പുറത്ത് കാണാനില്ലല്ലോ. കാണിക്കാൻ കൊള്ളാത്തവരാണെന്ന് തോന്നലുള്ളത് കൊണ്ടാണോ, അതോ കാണിക്കാൻ പറ്റിയവരാണെന്ന് തോന്നാത്തത് കൊണ്ടോ? എല്ലാ മണ്ഡലങ്ങളിലും മോദി മത്സരിക്കണമെന്നാണ് പൊതുവായൊരിത്. ഇതേ പണ്ട് കേരളത്തിൽ O രാജഗോപാലിനെ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ എല്ലാ തലത്തിലും മാറി മാറി മത്സരിപ്പിച്ചതുപോലെ മോദിയും അങ്ങ് മത്സരിക്കട്ടെ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷനിലും തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലുമൊക്കെ മോദിക്കൊരു കൈ നോക്കാവുന്നതാണ്. വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം, മാളൂര് കാണുമ്പോൾ നേരെ നിൽക്കണം. മോദിയുടെ ഗ്യാരണ്ടി വാഹനങ്ങളുടെ എഞ്ചിൻ ഗ്യാരണ്ടി പോലെയാണ്. 10 വർഷത്തേക്കാണ് മൈലേജ്. വാങ്ങുമ്പോൾ 20 വർഷം കുറയും തോറും മൈലേജും കുറയും. 10 വർഷം കൊണ്ട് ഗ്യാരണ്ടിയുടെ കാലാവധിയും കഴിയും. ഇനി ഫ്രീ സർവീസ് ഇല്ല, കെട്ടി വലിക്കേണ്ടി വരും. ഓരോ സംസ്ഥാന പ്രസിഡന്റുമാരും ഓരോ യാത്രകൾ സംഘടിപ്പിക്കും. മൃഗശാലയിലെ കടുവയ്ക്കും പുലിക്കുമൊക്കെ ഹിന്ദു പേര് കൊടുത്തതിൽ പ്രതിഷേധം രേഖപ്പെടുത്തും. സ്വന്തം സർക്കാരിനെ കുറ്റം പറഞ്ഞങ്ങ് പാട്ടും പാടും. റോഡിലുള്ള ഫണ്ട് മുക്കി കൊണ്ടുപോയത് മെമ്പറാണ്, റോഡിലുള്ള കുണ്ടിൽ വീണ് പലരുടെയും നടുവൊടിഞ്ഞ്. ഒടുവിൽ മോദിയുടെ അലർച്ചയും സുരേഷ് ഗോപിയുടെ ആക്ഷൻ സോങ്ങും ഒക്കെയായി മോദിയുടെ ഗ്യാരണ്ടി പൊടി പൊടിക്കും. പിന്നെ ദോഷം പറയരുത്. മോദി ആദ്യം 2 വാക്ക് പ്രാദേശിക ഭാഷയിൽ സംസാരിക്കും. അത് കേട്ടാൽ ആരും ആത്മപുളകിതരായി പോകും. മോദിയുടെ പ്രസംഗത്തിന് കയ്യടി ധാരാളം കിട്ടാറുണ്ട്. കാര്യം മനസ്സിലാകാത്തത് കൊണ്ട് കൊടുക്കുന്ന കാശിന് ആനടി ഉറപ്പാണ്. 2 അക്കം കടക്കുമെന്നാണ് ഇത്തവണ മോദി പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 2 കൊടുക്കാനാണ് കേരളം തീരുമാനിച്ചിട്ടുള്ളത്. മോദി 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 ആർപ്പ് വിളികൾ ഉയരട്ടെ. കേരളം മോദി മുക്ത കേരളമായി തന്നെ തുടരും, തീർച്ച.